10 വർഷത്തിന് ശേഷം അധികാരം കൈവശം വരികയാണ്. 10 വർഷത്തിന് ശേഷം കാത്തിരുന്ന അധികാരം എത്തുമ്പോൾ മുസ്ലിം ലീഗ് എന്തായാലും കടുത്ത നിലപാടിലേക്കൊന്നും പോകാനുള്ള സാധ്യത കാണുന്നില്ല. രാഷ്ട്രീയ നിലപാട് സാധാരണ നിലയിൽ മുസ്ലിം ലീഗ് എടുക്കാറില്ല. മാത്രമല്ല അണികളുടെയും നേതാക്കളുടെയും ഒക്കെ വികാരം മാനിച്ചുകൊണ്ടുള്ള നിലപാടിലേക്കാണ് പരമാവധി ലീഗ് എത്താറ്. ഇപ്പോൾ പ്രതിപക്ഷ വി ഡി സതീശന്റെ വസതിയിൽ നിന്ന് എസ് രാഗിൻ നമുക്ക് പോകേണ്ട. രാഗിൻ അദ്ദേഹം വീട്ടിൽ തന്നെയാണ്. തീരുമാനം പ്രഖ്യാപനം വന്നതിന് ശേഷമായിരിക്കും പ്രതികരണം ഉണ്ടാകുക. ആ നിലയിലായിരിക്കുമല്ലോ സ്വാഭാവികമായി. ഇന്ന് അദ്ദേഹത്തിന്റെ പരിപാടികൾ എന്തെല്ലാമാണ്? ഏതൊക്കെ നേതാക്കൾ അദ്ദേഹത്തെ കാണാൻ എത്തിയിട്ടുണ്ട്? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ്? വി ഡി സതീശന്റെ ആലുവ ദേശത്തെ വസതിയാണിത്. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ഒക്കെ തന്നെ രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് കളമശ്ശേരിയിലെ ലീഗ് MLA അബ്ദുൾ ഗഫൂർ അദ്ദേഹത്തെ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷിയാസ്, എറണാകുളം DCC പ്രസിഡന്റ് കൂടിയാണ്, അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അബ്ദുൾ ഗഫൂർ അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് മടങ്ങി. പക്ഷേ മുഹമ്മദ് ഷിയാസ് അടുത്തുണ്ട്. സതീശനോടൊപ്പം നിൽക്കുന്ന ഒരു MLA കൂടിയാണ്, അല്ലെങ്കിൽ സതീശന്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു MLA കൂടിയാണ് മുഹമ്മദ് ഷിയാസ്. എന്തായാലും വി ഡി സതീശൻ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലയുറപ്പിക്കുന്നത്. കാരണം പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. വളരെ സങ്കീർണതയിലൂടെയാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കടന്നു പോകുന്നത്. എന്തായാലും ആദ്യതലത്തിൽ ഓരോ നേതാക്കൾക്കൊപ്പം ഓരോ അണികളും അല്ലെങ്കിൽ പ്രവർത്തകരും ഒക്കെ നിന്നിരുന്ന ഒരു കാഴ്ചയാണെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി കടന്നുകൊണ്ട് എത്രയും വേഗം പ്രഖ്യാപനം വരണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ വഷളാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന ഒരു അഭിപ്രായം പല കോണുകളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഈ തങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി വാദിക്കുമ്പോഴും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം എന്തായാലും ഇന്ന് വരുമെന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉറപ്പിച്ചു പറയുമ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകും എന്ന ഒരു തീർപ്പിൽ, അതല്ലെങ്കിൽ അവരുടെ ഉറച്ച ആത്മവിശ്വാസത്തിലേക്ക് പ്രവർത്തകർ മാറുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു മൂഡ്? എന്താണ്? നമുക്ക് അവരോട് തന്നെ വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് ആ ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ? എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഏതാനും സമയങ്ങൾക്കുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ആ ഉറച്ച വിശ്വാസത്തിലാണ് കേരളത്തിലെ പൊതുസമൂഹം മുഴുവനായും, ഞങ്ങൾ മാത്രമല്ല, ഇവിടെ വന്നിട്ടുള്ളവരല്ല, കേരളത്തിലെ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നും ഏതാനും സമയങ്ങൾക്കുള്ളിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ. മറിച്ചൊരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ? ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. ഉണ്ടാകാൻ ഹൈക്കമാൻഡിന് അങ്ങനെ മറിച്ചൊരു തീരുമാനം പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ഹൈക്കമാൻഡിനൊരു തീരുമാനം എടുക്കാൻ കഴിയും? ഹൈക്കമാൻഡിന് പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ഒരു തീരുമാനം, ജനത്തോടൊപ്പം നിൽക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവും. എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എന്തായാലും കേരളത്തിലെ ഒരു ജനവികാരം AICC മനസ്സിലാക്കും. അതിന് ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാകും. വി ഡി സതീശൻ ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയാവും. ഈ MLA-മാരുടെ അടക്കം പിന്തുണ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണല്ലോ കൂടുതൽ നിൽക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതിനെയൊക്കെ എങ്ങനെയാണ്? MLA-മാരുടെ മാത്രമല്ലല്ലോ, ഘടകകക്ഷികളുടെയും അതുപോലെ തന്നെ ഒരു ജനവികാരം കൂടിയും മനസ്സിലാക്കി തന്നെ AICC ഒരു തീരുമാനത്തിലെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസത്തിലാണ്? തീർച്ചയായിട്ടും. എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വി ഡി സതീശൻ ക്യാമ്പിൽ ഒരു മൂഡ് എന്താണ്? ആകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഒരു 100% ആകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ട് ഇന്ന് AICC പ്രഖ്യാപിക്കുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇന്ന് തീരുമാനിക്കും. ഇതിലെ അഭിപ്രായമില്ല. ഇവിടെ എല്ലാവരും വീടിക്കാനുള്ള ഈ KC-യുടെയും അതോടൊപ്പം തന്നെ RC-യുടെ പേരൊക്കെ സജീവമായി ചർച്ചയിലുണ്ടല്ലോ. MLA-മാരുടെ പിന്തുണ അതോടൊപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ 5 വർഷക്കാലം ഇവിടെ ഈ പ്രതിപക്ഷത്തിരുന്ന് ഇത് നന്നായി കൈകാര്യം ചെയ്ത് എല്ലാവരും യോജിപ്പിച്ചു കൊണ്ടുപോയ നേതാവാണ് VD. ആ VDയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജനങ്ങൾ മുഴുവൻ VDയെ കണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് VD മുഖ്യമന്ത്രിയാവുന്നതിനകത്ത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും അനുകൂലമാണ്. മറിച്ചൊരു തീരുമാനം ഹൈക്കമാൻഡിൽ വന്നാൽ അതിൽ പ്രതികരണമൊക്കെ ഉണ്ടാവും. നേരത്തെ KPCC-യുടെ അല്ലെങ്കിൽ ICC-യുടെ തീരുമാനത്തിനും വിരുദ്ധമായിട്ട് അധികം ആളുകളൊന്നും നിൽക്കില്ല. നിങ്ങളെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ്? 100%. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഈ VD മുഖ്യമന്ത്രി ആയാൽ 5 കൊല്ലം ഭരിക്കുകയും പിന്നീടുള്ള 5 വർഷം UDF-ന് കിട്ടും. അതോടൊപ്പം ഇത് പ്രഖ്യാപനം ഒരുപാട് നീണ്ടുപോയില്ല. ഇന്നിപ്പോൾ 10 ദിവസമായി. അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അത് ഏത് പ്രഖ്യാപനമാണെങ്കിലും ആർക്കൊപ്പമാണെങ്കിലും എന്നാലും ഇത് നീണ്ടുപോയില്ല, പ്രോസസ് ലാഗ് ചെയ്തു പോയില്ലേ? നീണ്ടുപോയതിനകത്ത് പ്രതിഷേധമുണ്ട്. പക്ഷേ ഒരു വലിയ സംഘടന, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംഘടന എന്ന നിലയ്ക്ക് ഈ പാർട്ടിക്ക് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്.
അതിൻ്റെ പ്രോസസ്സിങ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എല്ലാവരുമായിട്ട് KPCC തലത്തിലായിട്ട് ഒരുപാട് നേതാക്കന്മാരായിട്ട് മുൻ മുഖ്യമന്ത്രിമാരുമായിട്ട് KPCCയിലെ മുൻ പ്രസിഡന്റുമാരുമായിട്ട് ഒരുപാട് നേതാക്കന്മാരുമായിട്ട് ഇത് ആലോചിക്കണം. അതിനുള്ള പരിപാടികളാണ് നടന്നത്. അതുകൊണ്ടാണ് ഡിലേ വന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം VD മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ ഈ സംസ്ഥാനത്ത് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.